ഒരു 50 വർഷം മുന്നേ സഞ്ചരിച്ചതുപോലെ എനിക്ക് തോന്നി. ഒരു സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോയി കാണും. നമസ്കാരം, ഞാൻ കിഷോർ. എല്ലാവർക്കും ഹെംസ് വ്ലോഗ്സ് കേരള എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ശ്രീ ദളപതി വിജയുടെ ജനനായകൻ എന്ന സിനിമ മൂവി ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോയി കാണാനിടയായി. ഒരുപാട് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉള്ളത്. കൂടുതലും നല്ല പ്രതികരണമാണ് ജനനായകന് ലഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്, വെർത്ത് ഫോർ മണി, അതിന് യാതൊരു സംശയമില്ല. പിന്നെ ഇതിൽ കുറച്ച് ആൾക്കാർ പുള്ളിയെ ക്രിട്ടിസൈസ് ചെയ്യും, ബ്ലെയിം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ. ബാക്കി എല്ലാവരും ഒരു 90% ആൾക്കാരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, അതിന് യാതൊരു ഡൗട്ടും ഇല്ല. ചില യൂട്യൂബർമാർ പറഞ്ഞിരിക്കുന്നത് കുറേ കത്തിയുണ്ട്, പിന്നെ കുറച്ച് അൺബിലീവബിൾ ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബിലീവബിൾ ആയിട്ടുള്ള ഏത് മൂവിയാണോ ഉള്ളത്? പിന്നെ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അവരെടുത്തിട്ടുണ്ട്. അതായത് ഈ ജനനായകൻ എന്ന സിനിമ ഒരു 50 വർഷം മുന്നേ സഞ്ചരിച്ചതുപോലെ എനിക്ക് തോന്നി. ഒരു സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോയി കാണും. എക്സലൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു 50 years കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിലുള്ള, അതായത് മേ ബി ഒരു 50 വർഷം കഴിഞ്ഞിട്ടുള്ള പുതിയ കിഡ്സ് കാണുമ്പോൾ മുന്നേ സഞ്ചരിച്ച ഒരു പടമാണെന്ന് അവർക്ക് തോന്നും. ആ രീതിയിൽ അതിനെ ആ ഒരു ജോണറിൽ ഇറക്കിയ ഒരു മൂവിയാണ് കേട്ടോ. അത് പിന്നെ ജെൻസി പിള്ളേർക്കൊക്കെ കുറച്ച് കണക്റ്റ് ആവും, പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്കും കണക്റ്റ് ആവും. പഴയ ചിന്താഗതിയും 20 വർഷം 30 വർഷം മുമ്പ് അവിടെ നിന്ന് ബസ് കയറാത്തവർക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. നമ്മൾ കാലത്തിനൊത്ത് സഞ്ചരിക്കുക. ഇതിനകത്ത് അങ്ങനെയുള്ള കുറേ ഐറ്റം സെക്കൻഡ് ഹാഫിൽ ചെയ്തിട്ടുണ്ട്. ഒരു 50 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കാൻ പോണ കാര്യങ്ങൾ തന്നെയാണ്, മനസ്സിലായില്ലേ? ഇതുവരെ നടന്നത് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ഒരു 10 years കഴിയുമ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അൺബിലീവബിൾ ആണ്. ഈ മൊബൈൽ പോലും അൺബിലീവബിൾ ആണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഇങ്ങനെയൊക്കെ നമുക്ക് പറ്റുമെന്ന്. എന്തുകൊണ്ട് പിന്നെ അതിനകത്ത് സെക്കൻഡ് ഹാഫിൽ നടന്നതുപോലുള്ള ഫ്യൂച്ചറിസ്റ്റിക് ടൈപ്പ് ഒന്നും നടക്കൂലേ? അത് നടക്കും, ഉറപ്പായിട്ട് നടക്കും. അതൊക്കെയാണ് പിന്നെ ചില യൂട്യൂബേഴ്സിന് അത് മനസ്സിലാവാത്തത്. അത് പിന്നെ കുറച്ച് കത്തിയായിപ്പോയെന്നും കുറച്ച് ഓവറായിപ്പോയെന്നൊക്കെ ഉള്ളത്. പക്ഷേ എക്സലൻറ്റ് സിനിമ കേട്ടോ. മൂവി ലാഗില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം, അവസാനം വരെയും കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ. കുറേ മെസ്സേജുകളുണ്ട്. ആ മെസ്സേജുകൾ ഇഷ്ടപ്പെട്ടവർ ഇവിടെ കമൻറ്റ് ചെയ്യുക. കുറേ മെസ്സേജുകളുണ്ട്, അതിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 1-2 മെസ്സേജുകളുണ്ട്, പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ മൂവി. ഓക്കെ, എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. കാരണം എന്നാലേ അതിൻ്റെ ഫുൾ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ മറ്റേ ക്യാമറ പ്രിൻ്റ് എടുത്ത് വെച്ച് കണ്ടിട്ടൊന്നും കാര്യമില്ല. സോ എല്ലാവരും പോയി കാണുക. നല്ലൊരു വിജയ്, അടിപൊളി സൂപ്പർ മൂവിയാണ്, ഫ്യൂച്ചറിസ്റ്റിക് മൂവിയാണ്, കുറച്ച് മെസ്സേജുകൾ തരുന്നൊരു മൂവിയാണ്. നിങ്ങൾ പോയി കാണും.